നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ദേവയാനിയും നയനയൊക്കെ നാഗേന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ വസുന്ധര മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. പക്ഷെ മുത്തശ്ശി അതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെട്ടില്ല. എന്ത് കാരണത്താലാണ് നാഗേന്ദ്രനെ ഈ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ അടിച്ചിറക്കിയെന്നറിയണം. കമ്പനിയിൽ നിന്ന് അടിച്ചിറക്കാനായിട്ടൊരു കാരണമുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത് എന്ത് കാരണം കൊണ്ടാന്ന് അറിയുണ്ടായിരുന്നില്ല. അത് പക്ഷെ ശങ്കരനും അറിയുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആദർശ് നയനോട് ആ കാര്യങ്ങൾ പറയണേ. മുത്തശ്ശിയോട് പോയി ചോദിക്കുക, മുത്തശ്ശി പറയൂന്ന്. പക്ഷെ മുത്തശ്ശി ആ കാര്യം വിട്ടു പറഞ്ഞില്ല. അവനെപ്പോലൊരു വിഷപ്പാമ്പിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവനെ ഇവിടുന്ന് അടിച്ചിറക്കിയതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ സമാധാന സന്തോഷമൊക്കെ ഉണ്ടായത്. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അല്ല അതിന് കാരണക്കാരി അപ്പച്ചിയല്ലേ? ദേ മോളെ, ഒരു കാര്യം ഞാൻ പറയാം, നീ ഗർഭിണിയും കൂടെയാണ്. ഈ സമയത്ത് ഇനി അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണ്ട. അവൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നിരിക്കുക. അവന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ഇനി എല്ലാവരും ഒന്ന് സൂക്ഷിക്കണം. കാരണം അവൻ അതുപോലത്തെ ഒരു വിത്താണ്. പിന്നെ മോള് ഈ നാഗേന്ദ്രന്റെ പേര് ഇവിടെ പറയണ്ട. ഇതെങ്ങാനും നിന്റെ മുത്തശ്ശൻ കേട്ടിട്ടുണ്ടേ അറിയാലോ. മുത്തശ്ശന് ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു പേരാ. ഈ കുടുംബത്തിൽ പോലും ആ പേര് ഇന്ന് വരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ദേവാനി നയനോട് പറഞ്ഞു, മോളെ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അല്ലമ്മേ, അത് പിന്നെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം എന്താന്ന് മുത്തശ്ശി പറഞ്ഞു. അതെ, ചോദിച്ചു. എന്നോട് ചോദിച്ച് ശരി, പക്ഷെ മുത്തശ്ശനോടൊന്നും പോയി ചോദിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ നയന ആദർശിന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം. മുത്തശ്ശി ഒന്നും വിട്ടു പറഞ്ഞില്ല. ആദർശേട്ടാ, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ജോലിയിൽ നിന്ന് പുറത്താക്കാൻ കാരണം അപ്പച്ചിയാണ്. അപ്പൊ പിന്നെ വീട്ടിൽ നിന്നോ ഇനി ഇതിന്റെ ഇടയ്ക്ക് അപ്പച്ചി വീണ്ടും വീട്ടിൽ എന്തേലും തന്ത്രം ഒപ്പിച്ച് കാണോ? അപ്പച്ചിയുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാലോ. വല്ല ഇവിടുന്ന് വല്ല മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അത് പറയാൻ ബുദ്ധിമുട്ടായിട്ടാണോ? അതറിയില്ല. പക്ഷെ എങ്കിൽ അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലോ. ഒരു കാര്യം ചെയ്യാം, അച്ഛനോടോ അല്ലെങ്കിൽ ഇളയച്ചനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയില്ലെന്ന് ചോദിച്ചു. ഞാൻ വേണമെന്ന് ചോദിച്ചു നോക്കാം. ഇളയച്ചനോടൊന്ന് ചോദിച്ചു നോക്കാം. അച്ഛനോട് നാളെ ചോദിച്ചിട്ട് അച്ഛനൊന്നും വിട്ടു പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് അജയന്റെ അടുത്തേക്ക് ചെല്ലുക. അജയന്റെ അടുത്ത് എന്നിട്ട് അജയനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ നാഗേന്ദ്രന്റെ കാര്യങ്ങളൊക്കെ ശങ്കരേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കില് ജുവലറിയിൽ നിന്ന് അയാളെ ഇറക്കി വിട്ടതിന് കാരണമുണ്ട്. പക്ഷെ അതിന് വ്യക്തമായ കാരണം ശങ്കരേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പച്ചിയല്ല കാരണക്കാരി, അപ്പച്ചി കാരണമല്ലേ ജുവലറിയിൽ നിന്ന് നാഗേന്ദ്രനെ ഇറക്കി വിട്ടത് മുത്തശ്ശൻ. എടാ, നിന്റെ അപ്പച്ചി മാത്രമൊന്നും അല്ല കാരണം, അയാൾ ഒറ്റ ഒരുത്തനായ കാരണം. അല്ല, അതങ്ങനെയല്ലല്ലോ. എന്നോട് ശങ്കരേട്ടൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ, ശങ്കരേട്ടനോട് ആരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്? നാഗേന്ദ്രനല്ലേ? അവൻ അതല്ല അതിലപ്പുറം പറയും. അവൻ കള്ളത്തരം പറഞ്ഞ. അല്ല, അത് പിന്നെ ഇളയച്ച, എടാ നിനക്ക് നാഗേന്ദ്രനെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ നീ അയാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നേ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന നാഗേന്ദ്രൻ ജൂവലറിൽ അന്ന് തിരുമറ നടത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് വരെ ജൂവലറിയുടെ കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നോക്കിക്കൊണ്ടിരുന്ന ആള് നാഗേന്ദ്രൻ അല്ലായിരുന്നോ? പിന്നെ എന്തിനാ നാഗേന്ദ്രനെ പുറത്താക്കിയത്? അല്ല, വീട്ടിൽ നിന്ന് വരെ പുറത്താക്കിയല്ലോ. ഒരു തവണത്തേക്കൊന്നും മുത്തശ്ശൻ ക്ഷമിച്ചുകൂടായിരുന്നോ? അതെ, വലിയ കാര്യങ്ങളൊന്നും നീ ഇപ്പൊ അന്വേഷിക്കാൻ പോകണ്ട ആദർശേ. ഇതെങ്ങാനും ചോദിച്ചോണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അത് മതി. പിന്നെ അച്ഛന് എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. അച്ഛൻ ആ പേര് കേൾക്കുന്ന പോലും ഇഷ്ടമില്ല. ഇത്രയും നാളായി ഇവിടെ ആരെങ്കിലും ആ പേര് പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? അല്ലേ ഞാൻ ചോദിച്ച അതിന്റെ കാരണം എന്താണെന്നറിയാൻ വേണ്ടിയിട്ടേ. അയാൾ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. അയാൾ പ്രതികാരമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെങ്കിൽ അതിന് കാരണം നമ്മൾ അറിയണ്ടേ? എന്ത് കാരണം കൊണ്ടാണ് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന്. ഒരുപക്ഷെ ശങ്കരേട്ടൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഈ പറയുന്ന നാഗേന്ദ്രൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത് മൊത്തം അപ്പച്ചിയാണ്. എന്നിട്ടും അയാളെ മുത്തശ്ശൻ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം കാണൂലോ. ഇനിയിപ്പം മുത്തശ്ശന് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണോ നാഗേന്ദ്രനെ ശിക്ഷിച്ചേ? അങ്ങനെയാണെങ്കിൽ മുത്തശ്ശന്റെ ഭാഗത്തായിരിക്കില്ല തെറ്റ്. ദേ എടാ ആദർശേ, നിന്റെ മുത്തശ്ശനെങ്ങും കേൾക്കണ്ട കേട്ടോ ഈ പറഞ്ഞേ. അല്ല, ഞാൻ ഇളയച്ചനോട് പറഞ്ഞെന്നേ ഉള്ളൂ. നാഗേന്ദ്രൻ തെറ്റ് ചെയ്യാതെയാണോ ശിക്ഷ അനുഭവിച്ചേ? അതോ ഈ പറയുന്ന അപ്പച്ചി കാരണമാണോ പ്രശ്നങ്ങളെന്ന് നമുക്കറിയില്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജയനിങ്ങനെ ആലോചിച്ചു. നാഗേന്ദ്രൻ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പം ജയനൊക്കെ അറിയാവുന്ന അജയനൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ശങ്കരേട്ടനോട് നാഗേന്ദ്രനുള്ള സത്യാവസ്ഥ പറഞ്ഞു. പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ഇവരാരും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. നാഗേന്ദ്രൻ കള്ളത്തരം കാണിച്ചു എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലും. അതേസമയം അനിയും പുറത്തു പോയിട്ട് വന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒട്ടും സഹിച്ചില്ല ജാനകിക്ക്. ജാനകി പോയി ചോദ്യം ചെയ്യണം. എടാ, ഇന്നലെ നീ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കാൻ പോയേക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. എന്താ അമ്മയ്ക്ക് എന്താ ഇപ്പൊ വേണ്ടേ? അവളും ഉണ്ടായിരുന്നോ നന്ദു എന്ന് പറയുന്നവള്?
ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ അവളെങ്ങാനും കൂടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, അവളുമായിട്ട് ഉള്ള കറക്കം നിന്റെ അങ്ങ് നിർത്തിയാരെ. നിന്നൊക്കെ ഞാൻ മുമ്പ് വാണിങ്ങി തന്നാണ് അവളുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന്. ഇനിയിപ്പം ആ അനാമികയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ അവന്തികയായിട്ടുള്ള കല്യാണം നിന്റെ നടത്തും. ഓ, അപ്പൊ അമ്മ അതിനു വേണ്ടി കാത്തിരിക്കണം. പിന്നല്ലാതെ ഇനി അടുത്ത കോടതി കൂടുന്ന സമയത്ത് നിനക്ക് ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും. ആ സമയം അവന്തികമായിട്ടുള്ള കല്യാണം നടക്കും. അതിനൊരു മാറ്റമില്ല. അമ്മേ, അതൊക്കെ അമ്മയുടെ വെറും തോന്നല് മാത്ര. ഞാന് അവന്തികയുടെ കഴുത്തിൽ താലി അടത്തുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതമ്മയുടെ തെറ്റിദ്ധാരണ മാത്ര. അവളുടെ കഴുത്തിൽ താലി അടത്താൻ എന്നെ കിട്ടത്തില്ല, വേറെ ആരെ കൊണ്ടേലും കെട്ടിച്ചോണം. അത് കേട്ടതും ജാനകി നീ എന്തൊക്കെയാടാ പറയണേ? നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങാനും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിലാ നന്ദു എന്ന് പറയുന്നുള്ളതെന്ന് എനിക്കറിയാം. അവളുടെ കഴുത്തില താലി അടത്താൻ നിന്റെ മോഹമെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. അമ്മ കുറെ കാലമല്ലോ ഇത് പറയണേ. എന്നാ ഞാൻ എന്റെ തീരുമാനം പറയാം. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എന്താണെങ്കിലും അവന്തികയുടെ കഴുത്തിൽ താലി ആർത്തുന്ന ദുരന്തത്തിലേക്ക് ഞാൻ പോകത്തില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ശവമായിരിക്കും കാണുന്നത്. ഞാനും ജീവനോടെ ഇരിക്കില്ല. എല്ലാരും കൂടെ നിർബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ചാവത്തുള്ളൂ. അതും പറഞ്ഞിട്ട് അനിയും കൂടെ പോയി. ജാനകി ഇത്തവണ ഞെട്ടിപ്പോയി. ജാനകി പ്രതീക്ഷിച്ചില്ല. കാരണം അനിയാണെങ്കിൽ നല്ല കട്ടക്കലിപ്പിലായിരുന്നു. ജാനകി ഒന്ന് സമ്മതിക്കുവാണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ മാറിക്കിട്ടേനും, നന്ദു അനിയും തമ്മിലുള്ള ബന്ധത്തിന്റെ. അങ്ങനെയാണെങ്കിൽ കനകയും ഗോവിന്ദനും ഒക്കെ സമ്മതിച്ചേനും. പക്ഷെ ജാനകി ഇങ്ങനെ ആത്മഹത്യാ ഭീഷണിയും മുഴക്കി നിൽക്കുന്നതുകൊണ്ടാണ് ആരും സമ്മതിക്കാത്ത. ജാനകിക്കാണെങ്കിലോ നന്ദുവിനാണ് കണ്ണെടുത്താൽ കാണത്തുമില്ല. അവന്തികയോടാണ് താല്പര്യം. അവന്തികയാണ് നല്ല മരുമോള്, നല്ല മരുമോളായ യോഗ്യത എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കുറെ കാലം അനാമികയെ തലയിൽ കയറ്റി വെച്ചുകൊണ്ടിരുന്ന അതിനുള്ള അടി കിട്ടുകയും ചെയ്തു. ഇപ്പൊ അവന്തികേനെയാണ് തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. എന്ത് വന്നാലും അവളും അനിയും തമ്മിലുള്ള വിവാഹം നടത്തുമെന്നും പറഞ്ഞിരിക്കുന്നത്. ജാനകിക്ക് ദേഷ്യം അടക്കാൻ പറ്റിയില്ല. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പിന്നീട് അജയന്റെ അടുത്തേക്ക് ജാനകി എന്നു. ജാനകി എന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ കുറിച്ച് വല്ല ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഇപ്പൊ എന്താ പ്രത്യേകിച്ച് സംഭവിച്ചേ? ഇന്നലെ അവൻ എവിടെയായിരുന്നു മറ്റോ ചോദിച്ചോ? എടി, അവന് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയി കാണും. അവനും അവന്റെ ഒരു ഫ്രണ്ട്സും മിക്കവാറും അവളുടെ ഒപ്പം ആയിരിക്കും പോയിരിക്കുന്നത്. ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എടി, അവൻ പ്രായപൂർത്തിയായ പയ്യനല്ലേ, നീ എന്തിനാ അവന്റെ പിന്നാലെ നടന്ന് എപ്പോഴും ഇങ്ങനെ ഈ കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണേ? അതിന്റെ ആവശ്യം നിനക്ക് എന്താ ജാനകി? അജയേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ വിവാഹം നടത്തണം. ഇനി അപ്പൊ അടുത്ത കോടതി കൂടുന്ന സമയത്ത് അവൻ എന്ത് കാണിച്ചിട്ടാണ് ശരി, ഡിവോഴ്സ് വാങ്ങിച്ചെടുക്കണം. അതിനിപ്പോ അനാമിക്ക് പണം കൊടുക്കേണ്ടി വന്നാലും ശരി. ഇതപ്പം നന്നായത്. പണം കൊടുക്കാനായിട്ട് അച്ഛൻ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛനോട് പറയണം. എങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് ഒഴിവാക്കി വിടാൻ നോക്ക്. എന്നിട്ട് അവന്റെയും നമ്മളുടെ കല്യാണം നടത്തുക. അല്ലെങ്കിലുണ്ടല്ലോ അവനും ആ നന്ദു എന്ന് പറയുന്ന പെണ്ണും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ നമ്മൾ കാണേണ്ടവരും. എടി, നീ ഇങ്ങനെ ഫോഴ്സ് ചെയ്യല്. അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞല്ലേ. അവന്റെ മനസ്സിൽ നന്ദു ഇപ്പോഴും ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്കിലേക്ക് നീ അവന്തിയെ കൊണ്ട് കുത്തിത്തിരിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവ സമ്മതിക്കുമോ? ഇനിയിപ്പൊ സമ്മതിച്ചാലും അവർ തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാരും കൂടെ നിർബന്ധിച്ച് അവനെ സമ്മതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാലോ. അനാമിയെ അവന്റെ തലയെ നമ്മൾ വെച്ച് കെട്ടി. എന്നിട്ട് അവളുടെ സ്വഭാവം എന്തായിരുന്നു? ഒരു ദിവസമെങ്കിലും അവര് ജീവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവന്റെ ജീവിതം തകർന്നു പോയില്ലേ. പിന്നെ അവന്തികയുടെ കാര്യം, അവള് പിന്നെ ഇവിടുത്തെ കുട്ടിയാന്ന് വെക്കാം. എന്നാലും അവന് ഇഷ്ടമില്ലാത്തൊരു ബന്ധം അത്. അങ്ങനൊരു ബന്ധം വെറുതെ എന്തിനാ? അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടതും ജാനകി പറഞ്ഞു, ഓഹോ, അപ്പൊ നിങ്ങള് അവന്റെ ഭക്ഷത്തല്ലേ, അവനോടൊപ്പം അല്ലേ നിൽക്കുന്നേ? എനിക്കറിയാം. എല്ലാരും കൂടെ കൂടിയിട്ട് ആ മൊട്ടേച്ചിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാനായിരിക്കും ശ്രമം. എന്റെ കൊക്കിന് ജീവനുണ്ടെന്ന് നടക്കില്ല. ഇതാ അപ്പം നന്നായത്. അവനും ഇതൊക്കെ തന്നെയാ പറയണേ. ഒരു കാരണവശാലും അവന്തികയുടെ കഴുത്തിൽ താലി ആർത്തില്ലെന്ന്. എല്ലാരും കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ജാനകി, നീ അല്ല ജീവിക്കുന്നത്. ഇനി ഒരു പരീക്ഷണത്തിന് എന്തായാലും ഞാനില്ല. ഞാൻ അവനെ നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പിന്നെ വരുന്ന എന്താന്ന് വെച്ചാൽ അതിന്റെ വരുംപരായികൾ അനുഭവിക്കുകയും ചെയ്തോ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ആ സമയം കനയും ഗോവിന്ദനും തലപോഞ്ഞ് ആലോചിക്കുക. നന്ദു ഇതുവരെ ആയിട്ടും പോസിറ്റീവായിട്ടുള്ള മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നവീന്റെ വീട്ടുകാരുടെ ആലോചന വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. നവീൻ വന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ വീട്ടുകാർ ഇതിലായിട്ട് ആലോചനയായിട്ട് വന്നിട്ടൊന്നുമില്ല. നന്ദുവിന്റെ മനസ്ഥിതി അറിഞ്ഞെങ്കിലല്ലേ അവർക്കൊരു അവരുടെ ഒരു അഭിപ്രായം പറയാനായിട്ട് പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നന്ദുവിന്റെ മനസ്സറിയാനായിട്ട് നയനയോടൊന്ന് വിളിച്ചു പറയാം. നയനെ ഒന്ന് വിളിച്ച് നന്ദുവിനെ ഒന്ന് ഉപദേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടാലോ എന്നൊരു ചിന്ത. അങ്ങനെ നയനയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. മോളെ, നീ അവളോടൊന്ന് സംസാരിക്കുക. നവീനുമായിട്ടുള്ള ബന്ധം നല്ലൊരു ആലോചനയാണ്, എങ്ങനെയെങ്കിലും നടത്തണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നയന പറഞ്ഞ വേറൊരു കാര്യമാണ്, അമ്മേ, ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല.
നമ്മൾ പറഞ്ഞാലും അവളുടെ മനസ്സിൽ നവീനോട് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താവാനായിട്ട് അവളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. അത് കേട്ടപ്പോൾ കനയ്ക്കും ഭയങ്കര ടെൻഷനായി. അമ്മേ, അവൾ ടെൻഷൻ അടിക്കാതിരിക്കുക. നവീന്റെ ആലോചന അവര് വീട്ടുകാർ വന്ന് പറയട്ടെ, അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എല്ലാവരോടും പറയാം, പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.